കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരന്മാർക്കും എൻ്റെ ഹൃദയംഗമമായ ആശംസകൾ. ഇവിടെ പറയാൻ വന്നതെന്ന് വെച്ചാൽ 12 വർഷം പിന്നിട്ട് 13ാം വർഷത്തിലേക്ക് മോഡി സർക്കാർ കടക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായം പൊതുവെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥാന്തരങ്ങളെക്കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം. കാരണം അവരുടെ അവസ്ഥ അത്ര മോശമല്ല. കാലാകാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ചും ഇവർക്ക് മികച്ച പരിഗണന കിട്ടുന്നു. പിന്നെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റെല്ലാ മേഖലകളിലും അവർ മുന്നേറി കഴിഞ്ഞിട്ടുണ്ട്. പ്രബല സമുദായങ്ങളോട് മത്സരിച്ച് ജയിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായ അംഗങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഇതല്ല. അവിടെ മുസ്ലിം സമുദായ അംഗങ്ങൾ അജ്ഞതയിലും അന്ധകാരത്തിലും പെട്ടിക്കഴിയുകയാണ്. അതിന് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. മോഡി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മുസ്ലിങ്ങളുടെ സ്ഥിതി മോശമാണ്. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ മുസ്ലിം സമുദായത്തിൽ ഇൻ്റലിജൻഷ്യ എന്ന് പറഞ്ഞ വിഭാഗം ഇന്ത്യ വിഭജന സമയത്ത് പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ അവർ വളരെ ഉയർന്ന ഉദ്യോഗങ്ങൾ ഭരിച്ചു. സൈന്യത്തിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിച്ചു. രാഷ്ട്രീയത്തിലും അവർ വിജയക്കൊടി പാറിച്ചു. പക്ഷേ ഇന്ത്യയിലെ അവശേഷിച്ച മുസ്ലിങ്ങൾ അവർ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യമായിട്ടും മറ്റ് എല്ലാ വിധത്തിലും പിന്തള്ളപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം നേതാക്കൾ അവരുടെ കുടുംബകാര്യങ്ങൾ നോക്കി അവർ മെച്ചപ്പെട്ട നിലയിലെത്തി എന്നുള്ളതല്ലാതെ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അതിപ്പോൾ സക്കീർ ഹുസൈൻ ആയാലും ശരിയാണ്, റഫി അഹമ്മദ് കിദ്വായി ആയാലും ശരിയാണ്, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണെങ്കിലും ശരിയാണ്, അഹമ്മദ് പട്ടേലാണെങ്കിലും അതല്ല, അതിപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് ആണെങ്കിലും ശരിയാണ്. അവരുടെയൊക്കെ കുടുംബം നന്നായി, വീട് മെച്ചപ്പെട്ടു, മക്കളൊക്കെ നല്ല നിലയിലെത്തി എന്നല്ലാതെ സമുദായത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഇവരെ കൈപിടിച്ച് ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് ആ കാര്യത്തിലൊക്കെ സാമാന്യമായ ഒരു അലംഭാവം കാണിച്ചു. കോൺഗ്രസ്സുകാർക്ക് വേറെ എന്തൊക്കെ ജോലികളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവർ പിന്തള്ളപ്പെട്ടു പോയത്. അപ്പം സാമൂഹ്യമായിട്ട് പിന്നാക്ക അവസ്ഥയിലായിരുന്നു, സാമ്പത്തികമായിട്ട് ദരിദ്രാവസ്ഥയിലാണ്, രാഷ്ട്രീയമായിട്ട് ഇവർക്ക് വിലപേശൽ ശക്തി ഇല്ലാതായിപ്പോയി. പിൽക്കാലത്ത് ഈ കോൺഗ്രസിൻ്റെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം ഈ മുലായം സിംഗ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടിയിലുണ്ട്, അല്ലെങ്കിൽ ലാലു പ്രസാദിൻ്റെ രാഷ്ട്രീയ ജനതാദളിലുമൊക്കെ അഭയം തേടി. അവിടെയും അവഗണനൻ്റെ ഒരു സ്ഥിതി. അതിൽ കുറേ ഗുണ്ട നേതാക്കന്മാരെ അവർ പരിപോഷിപ്പിച്ചു. ഈ ഗുണ്ടകൾ വലിയ നേതാക്കന്മാരായിട്ട് വിലസി. അതല്ലാതെ സമുദായത്തിന് ഒരു മേന്മയും ഉണ്ടായില്ല. പിന്നെ ഇവരൊരു വലിയ അതിക്രമം കൂടി ചെയ്തു. അതായത് മദ്രസയിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റിച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോട്ടെ, മദ്രസയിൽ പോയാലും പോയില്ലെങ്കിലും ഉസ്താദിന് ശമ്പളം കിട്ടും, സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടും. പക്ഷേ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പോലീസിൽ പോലും ജോലി കിട്ടുകയില്ല. ഇതായിരുന്നു അവസ്ഥ. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. അങ്ങനെ എല്ലാ വിധത്തിലും മുസ്ലിം സമുദായം പിന്തള്ളപ്പെട്ടു, ദരിദ്രാവസ്ഥയിലായി. അപ്പോൾ ഇങ്ങനെയൊരു സവിശേഷ സാഹചര്യത്തിലാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതോടെ സംഗതി പണ്ടത്തെ എൻ്റെ 12 സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യം കിട്ടിയില്ല. മദ്രസകളുടെ നവീകരണത്തിന് കുറേ പണമൊക്കെ എല്ലാ കൊല്ലവും അനുവദിക്കും എന്നുള്ളത് ഒഴിച്ചാൽ പറയത്തക്ക പുണ്യമൊന്നും ഈ സർക്കാരിൽ കിട്ടിയില്ല. എന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഈ മുസ്ലിങ്ങളെ പരമാവധി മാറ്റി നിർത്തുന്ന ഒരു നിലപാടിലേക്ക് BJP പോയി. BJP രൂപീകരിച്ച കാലത്ത് അതിൻ്റെ അകത്ത് മുസ്ലിം നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഈ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ആ വേദിയിൽ MC ചങ്ങളെ പോലെ പ്രഗത്ഭന്മാരായ ആളുകളുണ്ടായിരുന്നു. പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന സിക്കന്ദർ ഭക്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് കേരളത്തിൽ ഗവർണറായിരിക്കുമ്പോഴും മരിച്ചു. ഇവിടെ പെരുമ്പാവൂരെ റഹ്മാൻ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ പിൽക്കാലത്ത് പിന്തള്ളപ്പെട്ടു. വാജ്പേയിയുടെ സമയത്ത് ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ അവർ ഷോ പീസുകളായിട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ രാജ്യസഭാ ഉപാധ്യക്ഷയായിരുന്ന നജ്മ ഹിപ്തുള്ളയൊക്കെ ചില ഉദാഹരണങ്ങളാണ്. പിന്നെ ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരെയൊക്കെ അവർ കൊണ്ടുവരുന്നു. പിന്നെ ഇപ്പോൾ നമ്മുടെ അബ്ദുള്ള കുട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന അബ്ദുൾ അസീസ്, ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതിനപ്പുറത്ത് കാര്യമായിട്ട് ആരും തന്നെ ഇല്ല. അപ്പോൾ BJP ഇവരെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി. എന്ന് മാത്രമല്ല, എല്ലായ്പ്പോഴും ഒരു മുസ്ലിം വിരുദ്ധ നിലപാട് എടുത്തു. ഇപ്പോൾ സാധാരണ ഒരു സംഭവമാണെങ്കിൽ തന്നെ അതിനൊരു മുസ്ലിം വിരുദ്ധ സ്വഭാവം കൊടുക്കാൻ അവർ ശ്രദ്ധിക്കും. കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ഒരു ഉദാഹരണം. അതല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതിയിൽ ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ഹിന്ദു, സിഖ്, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വത്തിൽ ഇന്ത്യ പൗരത്വം കൊടുക്കുന്നതിന് ചെറിയ ഇളവ് കൊടുത്തു എന്നുള്ളതാണ്.
അത് സത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു നീക്കമേ ആയിരുന്നില്ല. പക്ഷേ ആ രീതിയിലുള്ളൊരു പരിപ്രേക്ഷ്യം ഈ മുസ്ലിം നേതാക്കന്മാർ കൊടുത്തു, മതേതര ശക്തികൾ കൊടുത്തു. ബി ജെ പിക്കാർ തന്നെ കൊടുക്കാൻ ആഗ്രഹിച്ചു. കാരണം എന്ന് വെച്ചാൽ മുസ്ലിമിനെ ഒതുക്കുക എന്നുള്ളതാണ് ഹിന്ദുവിൻ്റെ ലക്ഷ്യം എന്ന രീതിയിൽ ഇവരെ അപരവൽക്കരിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുണ്ടായി. അതിലവർ വലിയൊരു അളവ് വരെ വിജയിക്കുകയും ചെയ്തു. പിന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ സമർത്ഥമായ ഉപയോഗം, അതുപോലെ പൗരത്വ നിയമം പോലെ തന്നെ ഈ വ്യക്തി നിയമം ഭേദഗതി ചെയ്യാനുള്ള പരിശ്രമം. മുത്തലാഖ് നിരോധിച്ചത് സുപ്രീം കോടതിയാണ്, പക്ഷേ അത് കുറ്റകരവും ശിക്ഷാർഹവുമാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ വഖഫ് നിയമ ഭേദഗതി, ഈ നാട്ടിലെ ഏത് വസ്തുവും വഖഫായിട്ട് പ്രഖ്യാപിക്കാൻ നേരത്തെ മൻമോഹൻ സിംഗിൻ്റെ സമയത്തൊക്കെ സാധിക്കുമായിരുന്നു. ഇപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭേദഗതികൾ കൊണ്ടുവന്നു. അതിനെതിരായിട്ട് സുപ്രീം കോടതിയിലും മറ്റും നടക്കുന്ന നിയമ പോരാട്ടങ്ങൾ, അതിലൊന്നും യാതൊരു നേട്ടവും കൈവരിക്കാൻ ഇതുവരെ ന്യൂനപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഗംഭീരമായ ബാബറി മസ്ജിദ് കേസ്, അതിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഐകകണ്ഠമായ വിധി പ്രസ്താവന, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് വലിയ മാനസിക സംഘർഷത്തിനും വലിയ വേദനയ്ക്കും ഈ നാട്ടിൽ ഞങ്ങൾക്ക് രക്ഷയില്ല എന്നൊരു തോന്നലിലേക്ക് നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എണ്ണിപ്പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം ഇവിടെ പറഞ്ഞ് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകളുടെ സന്തോഷം തല്ലിക്കിടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതിനങ്ങനെ മറികടക്കാം എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഇനിയും വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ വാലായിട്ട് പോകാം. അതല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദൾ പോലെ, തൃണമൂൽ കോൺഗ്രസ് പോലെ, അതുപോലെ സമാജ്വാദി പാർട്ടി പോലെയുള്ള പാർട്ടികളുടെ ജാഥയ്ക്കോ സിന്ദാബാദ് വിളിക്കാനോ കാലിലേറിനോ പോകാം. പക്ഷേ അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടാവും എന്നുള്ള വേറെ ചോദ്യമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സത്യത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്നത് ഈ സമുദായത്തോട് കൂറും പ്രതിബദ്ധതയുള്ള നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരവൻ്റെ കാര്യം നോക്കുന്ന ആളുകളല്ലാതെ സമുദായത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇവരെ എങ്ങനെ ആധുനിക ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കാം എന്നാലോചിക്കാൻ പറ്റിയ നേതാക്കന്മാരില്ല. ചുരുക്കി പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഒരു CH മുഹമ്മദ് വൈ ഇല്ല. വടക്കേ ഇന്ത്യയിൽ ഒരു ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഇല്ല. ഇങ്ങനെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ പരിഷ്കർത്താക്കൾ ഇല്ലാതെ പോയതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, അവർക്ക് രാഷ്ട്രീയമായ ഒരു വിലപേശൽ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടിയുമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ശാഖകളുണ്ട്, പക്ഷേ ജനപിന്തുണയില്ല. അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഒന്നുകിൽ കോൺഗ്രസിൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദളിൽ, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയിലാണ്. അപ്പോൾ ശക്തമായൊരു പ്ലാറ്റ്ഫോമില്ല, വിലപേശൽ ശക്തിയില്ല. ഇതാണ് കുറഞ്ഞ മുസ്ലിങ്ങളൊന്നുമല്ല രാജ്യത്തുള്ളത്. ജനസംഖ്യയുടെ ഏതാണ്ട് 20% ഉണ്ട്. പക്ഷേ ഫലം അവർക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല. റെപ്രസെൻറ്റേഷൻ ദൈനംദിന അടിസ്ഥാനത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ ജനതാദളും അതുപോലെ തന്നെയായി, സമാജ്വാദി പാർട്ടി ദയനീയമായ അവസ്ഥയിലാണ്, ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെയാണ്, NCPയും കോൺഗ്രസും ഒക്കെ ക്ഷയോന്മുഖമായ പാതയിലാണ്. പിന്നെ ഇവർക്ക് ഹിജാബ് നിരോധനം എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. കോടതിയും അവർക്കെതിരാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവർക്ക് അനുകൂലമല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും അനുകൂലമല്ല. പിന്നെ ചെറിയ സാധാരണ വിഷയങ്ങളെപ്പോലും സമുദായവൽക്കരിച്ച് ഇവരെ ഭയചകിതരാക്കാൻ പാകത്തിലുള്ള നേതാക്കന്മാർ ഇഷ്ടംപോലെയുണ്ട്. ഉദാഹരണത്തിന് നോട്ട് നിരോധനം, 1000-ൻ്റെയും 2000-ൻ്റെയും നോട്ട് പിൻവലിച്ചു. ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഒരു നീക്കമാണ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനം. ഇവൻ UPA സർക്കാരിൻ്റെ കാലത്ത് ABC കരാർ എന്ന് പറഞ്ഞ സാറുണ്ടായി. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആണവ കരാർ ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, സിഖുകാർക്ക്, മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെയല്ല ബാധകമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിനാണ് ബാധിക്കുക, എൻ്റെ നിങ്ങളല്ല. പക്ഷേ അതുപോലും ഇവിടെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്? ഇത് മുസ്ലിങ്ങൾക്കെതിരായ ഒരു നീക്കമാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ മതേതര നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. എന്നിട്ട് തന്നെ വല്ല വിശേഷമുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഒപ്പിട്ടു, അമേരിക്കയും ഒപ്പിട്ടു, കരാർ നടപ്പായി, ഒരു മാറ്റം ഉണ്ടായില്ല. അപ്പോൾ ഈ വിലപിച്ചുകൊണ്ട് നടന്ന ആൾക്കാർക്ക് എന്ത് പറ്റി? അവർക്കൊന്നും പറ്റിയില്ല. ഇങ്ങനെ ഈ സമുദായത്തെ നിരന്തരമായിട്ട് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഇവരെ വഞ്ചിക്കുകയും അവരെ കുളത്തിലിറക്കുകയും അവരാവശ്യം കഴിയുമ്പോൾ കൈയൊഴിയുകയും ചെയ്യുന്ന നേതാക്കന്മാരെ കൂട്ടും, രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടും സമ്പന്നമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം നരേന്ദ്രമോദിയോ BJPയോ അല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് താൻ കാര്യം നോക്കിയുള്ള സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് ഓരോ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്ന നേതാക്കന്മാർ. പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷയോ ഉറപ്പുവരുത്താൻ പറ്റാത്ത മറ്റ് സംവിധാനങ്ങളും ആണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഈ വിഷയം ആലോചിക്കണം. കേരളത്തിലെ ഇപ്പോൾ ഭാഗ്യത്തിന് മുസ്ലിം ലീഗ് പോലത്തെ ഒരു പ്രസ്ഥാനമുണ്ട്, MBS പോലെയുള്ള വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുണ്ട്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലെയുള്ള കുറേ കൂടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന നേതാക്കന്മാരുണ്ട്.
മതപണ്ഡിതന്മാരുണ്ട്, അവരുടെ സംഘടനകളുണ്ട്, മറ്റു സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ 27 മറ്റ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ ജമ്മു കാശ്മീരിലടക്കം സമുദായ അംഗങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, വടക്കേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളെ മാതൃകയാക്കണം. മുസ്ലിം ലീഗിന് MBS പോലുള്ള സമുദായ സംഘടനകളെ, വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന സംഘടനകളെ മാതൃകയാക്കണം. അല്ലാത്തിടത്തോളം കാലം വിലപിക്കാൻ മാത്രമേ സാധിക്കൂ. നിങ്ങളെ സഹായിക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരുമില്ല.